നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം. അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ കാളിദാസ് ജയറാമിനെയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ്. കാളിദാസിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം നടന്നത്. ഇപ്പോൾ കാളിദാസിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ജയറാമിന്റെയും പാർവതിയുടെയും മകൻ കാളിദാസ് ജയറാമിന്റെ വിവാഹം കഴിഞ്ഞത്. ആഡംബരപൂർവ്വം തന്നെയായിരുന്നു വിവാഹം നടന്നത്. സിനിമാ മേഖലയിൽ നിന്നും നിരവധി താരങ്ങളാണ് വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയത്. ഗുരുവായൂരിൽ വെച്ചായിരുന്നു താലികെട്ട്. ഇനി 11-ന് ചെന്നൈയിൽ വെച്ച് ഗംഭീര റിസപ്ഷനും ജയറാം നടത്തുന്നുണ്ട്. അതേസമയം ചെന്നൈയിലും കേരളത്തിലുമായി നടന്ന വിവാഹ ചടങ്ങിൽ വധൂവരന്മാർക്ക് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് ലഭിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സമ്മാനങ്ങൾ ഒഴിവാക്കണമെന്ന് കുടുംബം അറിയിച്ചിരുന്നു. എന്നിരുന്നാലും നിരവധി പേരാണ് വധൂവരന്മാർക്ക് സ്നേഹോപകാരങ്ങൾ നൽകിയത്. ഈ വേളയിൽ കാളിദാസിനെയും തരുണിയെയും അനുഗ്രഹിക്കാൻ എത്തിയ സുരേഷ് ഗോപി എന്തായിരിക്കും കണ്ണന് വേണ്ടി നൽകിയിട്ടുണ്ടാവുക എന്നാണ് ആരാധകരുടെ ചോദ്യം. എന്തായാലും വിലപിടിപ്പുള്ള സമ്മാനം തന്നെയാകും സുരേഷ് ഗോപി നൽകിയതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഭാഗ്യ സുരേഷ് ഗോപിയുടെ വിവാഹത്തിനും ജയറാം സജീവ സാന്നിധ്യമായിരുന്നു. പിന്നീട് മാളവികയുടെ വിവാഹം സുരേഷ് ഗോപി നേരത്തെ തന്നെ ഭാര്യയ്ക്കൊപ്പം ഗുരുവായൂരിൽ എത്തിയിരുന്നു. ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മേൽമുണ്ട് ഞൊറിഞ്ഞ് ധരിച്ചാണ് കാളിദാസ് ക്ഷേത്രത്തിൽ താലികെട്ടിനായി എത്തിയത്. പഞ്ചകച്ചം സ്റ്റൈലിലാണ് മുണ്ടുടുത്തത്. പീച്ച് നിറത്തിലുള്ള സാരിയായിരുന്നു തരുണിയുടെ ഔട്ട്ഫിറ്റ്. വധു താരുണിയുടെ പേസ്റ്റൽ ഡീപ്പ് ഓറഞ്ച് സാരിയിൽ നിറയെ ഗോൾഡൻ വർക്കുകൾ ചെയ്തിരുന്നു. സാരിക്ക് ഇണങ്ങുന്ന തരത്തിൽ ഒരു ഹെവി ചോക്കറും ലോങ് ചെയിനും കമ്മലുകളും വളയും ഹിപ്പ് ബെൽറ്റും ധരിച്ച് മുല്ലപ്പൂവും കൂടി ചൂടി സുന്ദരിയായാണ് താരിണി എത്തിയത്. വിവാഹത്തിന് തലേദിവസം തന്നെ വധുവിനും കൂട്ടർക്കുമൊപ്പം കാളിദാസും കുടുംബവും ഗുരുവായൂരിൽ എത്തിയിരുന്നു. കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസും താരിണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത്. ഓണക്കാലത്ത് കാളിദാസിനും ജയറാമിനും പാർവതിക്കും മാളവികയ്ക്കുമൊപ്പം തരുണിയുമുള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ കാളിദാസും തരുണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നു. വാലന്റൈൻസ് ദിനത്തിലായിരുന്നു കാളിദാസ് താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത്. തരുണിയുടെ വീട്ടുകാർക്കും ബന്ധത്തിൽ എതിർപ്പില്ലാതെ വന്നതോടെയാണ് താരകുടുംബം വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നത്. താൻ അധികം സംസാരിക്കാത്ത ആളും തരുണി നല്ലോണം സംസാരിക്കുന്ന ആളുമാണ്. അപ്പോൾ അത് ബാലൻസ് ആയി പോകുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ കാളിദാസ് വ്യക്തമാക്കിയത്. നീലഗിരി സ്വദേശിയാണ് 24-കാരിയായ തരുണി. ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കലിംഗരായർ കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ വധു. 2022-ൽ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന തരുണി 2019-ൽ മിസ് തമിഴ്നാട്, മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. ജയറാമിന്റെ മകൾ മാളവികയുടെ ഭർത്താവ് നവനീതും സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് നവനീത്. നിലവിലൊരു എയർലൈൻസിന്റെ സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി വിങ് ഹെഡായി മാഞ്ചസ്റ്ററിലാണ് നവനീത് ജോലി ചെയ്യുന്നത്. മകളുടെ വിവാഹം പോലെ തന്നെ മകന്റെ വിവാഹവും ജയറാം ആഡംബരപൂർണമായി തന്നെയാകും നടത്തുകയെന്നത് പ്രേക്ഷകർ പറയുന്നത്. You're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.